വറഹ്മത്തുള്ളാ. പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ ചന്ദ്രികയിൽ 18-ാം തീയതി ബുധനാഴ്ച വന്ന ചന്ദ്രികയിൽ ഇന്നത്തെ മുഖപ്രസംഗം ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ ഒന്ന് കേൾപ്പിക്കുകയാണ്. നിലമ്പൂർ മനസ്സ് UDF-നൊപ്പം എന്ന തലക്കെട്ടിലാണ് ഇന്നത്തെ മുഖപ്രസംഗം വന്നിട്ടുള്ളത്. കൊട്ടിക്കലാശവും കഴിഞ്ഞ് വിധിയെഴുത്തിന് ഈ ഒരു പകൽ മാത്രം ബാക്കി നിൽക്കെ നിലമ്പൂരിൽ UDF കൃത്യവും വ്യക്തവുമായ മുൻതൂക്കത്തിലാണ്. തിരഞ്ഞെടുപ്പ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് തുറന്നുവച്ച രാഷ്ട്രീയ പോർക്കളം കൊട്ടിക്കലാശം വരെ അണുവിട വ്യതിചലിക്കാതെ മുന്നോട്ട് പോകാൻ സാധിച്ചു എന്നതാണ് UDF-ൻ്റെ ഉജ്ജ്വലമായ മേൽക്കോയ്മയുടെ നിദാനം. സർവ്വമേഖലയിലും പരാജയത്തിൻ്റെ കയ്പുനീർ കുടിച്ച് എല്ലാ നിലക്കും ജനങ്ങളിൽ നിന്ന് ഒറ്റപ്പെട്ടു പോയ ഇടതുപക്ഷം നാടിൻ്റെ വികസനവും രാഷ്ട്രീയവും ചർച്ചയാകാതിരിക്കാൻ പതിവ് പോലെ 18 അടവും പയറ്റി നോക്കിയെങ്കിലും അതിനൊന്നും തലവെച്ച് കൊടുക്കാതെ ജനകീയ വിഷയങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ടായിരുന്നു UDF-ൻ്റെ പ്രചരണങ്ങൾ അത്രയും. സംസ്ഥാനത്തെ പൊതുവെയും നിലമ്പൂരിനെ വിശേഷിച്ചും ബാധിക്കുന്ന വിഷയങ്ങൾ എണ്ണി പറയുകയും അതിനുള്ള പരിഹാര മാർഗങ്ങൾ ചർച്ച ചെയ്യുകയും ചെയ്തപ്പോൾ എല്ലാ വിഭാഗം ജനങ്ങളും UDF-നോട് ചേർന്ന് നിൽക്കുന്ന കാഴ്ചയാണ് കാണാൻ കഴിഞ്ഞത്. ഈ പിന്തുണയും പ്രതീക്ഷയും വോട്ടായി മാറുക കൂടി ചെയ്യുമ്പോൾ പുതുപ്പള്ളിയിലും തൃക്കാക്കരയിലും പാലക്കാട്ടും ദർശിച്ചതുപോലെ ആര്യാടൻ ഷൗക്കത്തിൻ്റെ വിജയത്തിനും പത്തരമാറ്റ് തിളക്കമായിരിക്കുമെന്നുറപ്പാണ്. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൻ്റെ രാഷ്ട്രീയം തന്നെ CPM-നെ തീർത്തും പ്രതിരോധത്തിൽ നിർത്തുന്നതായിരുന്നു. എന്തുകൊണ്ട് ജനങ്ങൾക്ക് വീണ്ടുമൊരു നിയമസഭാ തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കേണ്ടി വന്നു എന്നതിൻ്റെ വീണ്ടും ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കേണ്ടി വന്നു എന്നതിൻ്റെ അന്വേഷണം എത്തി നിൽക്കുന്നത് പ്രദേശത്തോടുള്ള സംസ്ഥാന സർക്കാരിൻ്റെ അവഗണനയിലാണ്. ആര്യാടൻ മുഹമ്മദ് കൈവെള്ളയിൽ എന്ന പോലെ പതിറ്റാണ്ടുകളോളം കൊണ്ടു നടന്ന പ്രദേശം കഴിഞ്ഞ 9 വർഷക്കാലം അവഗണനയുടെ താണ്ഡവും ചുമന്നാണ് കഴിഞ്ഞുകൂടിയത്. മലയോര മേഖല എന്ന നിലയിൽ ഒന്നിനു പിറകെ ഒന്നായി പ്രതിസന്ധികളോട് പടവെട്ടിയാണ് നിലമ്പൂരിലെ ജനങ്ങളുടെ ജീവിതം. പ്രകൃതി ദുരന്തങ്ങളായും വന്യമൃഗശല്യമായും കാർഷിക മേഖലയിലെ വിലത്തകർച്ചയായും വികസന പ്രവർത്തനങ്ങളുടെ അഭാവങ്ങളായും പ്രതിസന്ധികൾ ഉതിർന്നു വീഴുമ്പോഴും തങ്ങളുടെ ആവശ്യങ്ങളും ആഗ്രഹങ്ങളും ഭരണകൂടം പുറങ്കാൽ കൊണ്ട് തട്ടിമാറ്റുമ്പോൾ നോക്കുകുത്തിയായി മാറാനായിരുന്നു സ്ഥലം MLA-യുടെ വിധി. തങ്ങളുടെ രക്ഷ UDF-ൽ മാത്രമാണെന്ന് അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ ആ ജനത തിരിച്ചറിയുമ്പോഴാണ് അവരുടെ ആഗ്രഹം പോലെ ഉപതെരഞ്ഞെടുപ്പ് സംജാതമാകുന്നത്. പാരമ്പര്യത്തിൻ്റെ കൈവഴി മാത്രമല്ല, അനുഭവ സമ്പത്തിൻ്റെ കരുത്തു കൂടിയുമായിട്ടാണ് ആര്യാടൻ ഷൗക്കത്തിനെ UDF അവതരിപ്പിച്ചത്. നിലമ്പൂർ പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി ഭരണ സാരഥ്യങ്ങളിൽ ആയിരുന്നപ്പോൾ അദ്ദേഹം നടപ്പിലാക്കിയ പദ്ധതികൾ ജനമനസ്സുകളിൽ എത്ര മാത്രം ഇടം നേടിയിരുന്നുവെന്നത് തിരഞ്ഞെടുപ്പ് കാലം പോലും സാക്ഷ്യം വഹിക്കുകയായിരുന്നു. ഈ ജനവിധി ഭരണകൂടത്തിൻ്റെ വിലയിരുത്തലാകുമെന്ന് പോലും പറയാൻ കഴിയാത്ത വിധം ദുർബലമായി തീർന്ന അവസ്ഥയിലാണ് പിണറായി സർക്കാർ ഉള്ളത്. നിലമ്പൂരുമായി ബന്ധപ്പെട്ട് മാത്രം നിലനിൽക്കുന്ന വിഷയങ്ങൾ തന്നെ പരിശോധിച്ചാൽ ഈ യാഥാർത്ഥ്യം ബോധ്യപ്പെടും. നൂറുകണക്കിന് മനുഷ്യരാണ് വന്യമൃഗ ആക്രമണത്തിനിരയായിക്കൊണ്ടിരിക്കുന്നത്. ലക്ഷക്കണക്കിന് രൂപയുടെ കൃഷിഭൂമിയാണ് നശിച്ചുകൊണ്ടിരിക്കുന്നത്. വന്യമൃഗ ആക്രമണത്തിൽ ഈ വർഷം നിലമ്പൂരിൽ മാത്രം നഷ്ടമായത് 3 ജീവനുകളാണ്. 22 ലക്ഷത്തിൻ്റെ കൃഷിനാശമുണ്ടായി. നായാട്ടുകാരുടെ പന്നിക്കണിയിൽ കുടുങ്ങി ഒരു വിദ്യാർത്ഥി മരിച്ചത് ഉപതെരഞ്ഞെടുപ്പ് കാലത്താണ്. പാലവും വീടും തകർന്ന് 6 വർഷമായി മുണ്ടേരി ഉൾവനത്തിൽ ഒറ്റപ്പെട്ട് കഴിയുന്ന 300ഓളം ആദിവാസികൾ നീതിക്കായി കേഴുകയാണ്. 2024 ഡിസംബർ 31
2024 ഡിസംബർ 31-നകം 60 കുടുംബങ്ങൾക്ക് 50 സെൻറ്റ് ഭൂമി നൽകുമെന്ന ഉറപ്പാണ് സർക്കാർ ലംഘിച്ചത്. മലപ്പുറം കളക്ട്രേറ്റ് പടിക്കൽ അവർ നടത്തുന്ന സമരം തുടരുകയാണ്. ഇതിനെല്ലാം പുറമെ മലപ്പുറം ജില്ലയോട് സർക്കാർ കാണിച്ചുകൊണ്ടിരിക്കുന്ന അവഗണനയും CPM നേതാക്കൾ ജില്ലക്കെതിരായി നിരന്തരമായി നടത്തിയ അവാസ്തവ പ്രചാരണങ്ങളുമെല്ലാം ചർച്ചാ വിഷയമായതോടെ ഇടതുപക്ഷത്തിൻ്റെ എല്ലാ കണക്കുകൂട്ടലുകളും തെറ്റിയിരിക്കുകയാണ്. ഭരണ തുടർച്ചയുടെ അഹങ്കാരത്തിലും ആലസ്യത്തിലും അഴിമതിയുടെയും സ്വജനപക്ഷപാതത്തിൻ്റെയും കൂത്തരങ്ങായി സംസ്ഥാനത്തെ മാറ്റിയ പിണറായി സർക്കാരിൻ്റെ കൗണ്ട് ഡൗണിന് തുടക്കം കുറിക്കാനുള്ള നിയോഗം നിലമ്പൂരിനാണ് ലഭിച്ചിരിക്കുന്നത്. ഈ ജനവിധി കൗണ്ട് ഡൗണിന് പിണറായി സർക്കാരിൻ്റെ കൗണ്ട് ഡൗണിന് തുടക്കം കുറിക്കാനുള്ള നിയോഗം നിലമ്പൂരിനാണ് ലഭിച്ചിരിക്കുന്നതെന്ന് ഈ ജനവിധി തെളിയിക്കുമെന്ന് ഉറപ്പാണ് എന്നുള്ളതാണ് കൃത്യമായി തന്നെ ഇന്നത്തെ ചന്ദ്രിക മുഖപ്രസംഗത്തിൽ കൃത്യമായി പ്രതിപാദിക്കുന്നത്. വളരെ കൃത്യതയോടുകൂടെ തന്നെ നിലമ്പൂരിലെ വോട്ടർമാർ കാത്തിരിക്കുന്ന അവർക്ക് ഏറ്റവും അവരുടെ സമ്മതിദാനാവകാശം കൃത്യമായും വിനിയോഗിക്കാൻ അത് UDFന് വിനിയോഗിക്കാനുള്ള സുവർണാവസരമാണ് ലഭിച്ചിട്ടുള്ളത്. അത് അവർ ഉപയോഗപ്പെടുത്തും എന്നുള്ളത് ഉറപ്പാണ്. കൃത്യമായും വരാൻ പോകുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിലേക്കുള്ള ഒരു ചൂണ്ടുപലകയായി ഈ ഒരു തിരഞ്ഞെടുപ്പ് മാറും. വളരെ കൃത്യമായി തന്നെ UDFൻ്റെ നേതാക്കൾ പ്രിയങ്കരരായ കുഞ്ഞാലിക്കുട്ടി സാഹിബും VD സതീശൻ അതുപോലെ തന്നെ സണ്ണി ജോസഫും അടൂർ പ്രകാശും ഒക്കെയുള്ള UDFൻ്റെ സമുന്നതരായ നേതാക്കൾ പറഞ്ഞതുപോലെ 15,000-ന് മുകളിലുള്ള ഒരു ഭൂരിപക്ഷത്തിൽ 15,000 മിനിമം ഭൂരിപക്ഷം എന്നാണ് അവർ ആവർത്തിച്ച് വ്യക്തമാക്കിയിട്ടുള്ളത്. വലിയൊരു ഭൂരിപക്ഷത്തിൽ തന്നെ 1,00,000-ഓളം വരുന്ന ഭൂരിപക്ഷത്തിൽ തന്നെ ബഹുമാന്യനായ ആര്യാടൻ ഷൗക്കത്ത് വിജയിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഈ തെരഞ്ഞെടുപ്പിൽ നിലമ്പൂരിലെ കരുളായി പഞ്ചായത്തിൽ ബഹുമാന്യനായ സംസ്ഥാന മുസ്ലിം ലീഗ് പ്രവർത്തക സമിതി അംഗം അഡ്വക്കേറ്റ് AK മുസ്തഫ സാഹിബിന് അവിടെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് 226, 227 ബൂത്തുകളിലൊക്കെ കൃത്യമായി ചുമതലകൾ ഉണ്ടായിരുന്ന നേതാവ് കൂടിയാണ് അഡ്വക്കേറ്റ് AK മുസ്തഫ സാഹിബ്. കരുളായി പഞ്ചായത്തിൽ കൃത്യമായി തന്നെ കൊണ്ടോട്ടി MLA പ്രിയപ്പെട്ട TV ഇബ്രാഹിം സാഹിബിൻ്റെ നേതൃത്വത്തിലാണ് ആ പഞ്ചായത്തിൽ തിരഞ്ഞെടുപ്പ് പ്രവർത്തനം മുന്നോട്ട് പോയിരുന്നത്. കൃത്യമായി തന്നെ അക്കമിട്ട് നിരത്തി കൃത്യമായി തന്നെ ബൂത്തുകളുടെയൊക്കെ ഒരു പരിശോധന നടത്തുന്നതുമായി ബന്ധപ്പെട്ട ബഹുമാന്യനായ മുസ്തഫ സാഹിബിൻ്റെ കൂടെ ഞാനും ആ പരിപാടിയിൽ സംബന്ധിക്കാൻ അവസരം ലഭിച്ചു. 2 ദിവസം കൃത്യമായി തന്നെ ഒരു ദിവസം ബൂത്ത് തലങ്ങളിൽ ഹൗസ് ക്യാമ്പയിൻ നടത്തി അവരുടെ പൾസ് മനസ്സിലാക്കാൻ സാധിച്ചു. അതോടൊപ്പം തന്നെ പിറ്റേ ദിവസം വോട്ടർ ലിസ്റ്റുമായി ബന്ധപ്പെട്ട് അതിൻ്റെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാൻ മുസ്തഫ സാഹിബിനോടൊപ്പം പ്രവർത്തിക്കാൻ സാധിച്ചു. ഏതായാലും വലിയ ഒരു ആവേശത്തിലാണ് അവിടങ്ങളിലൊക്കെ UDFന് വലിയ മുന്നേറ്റമുണ്ടാകും എന്ന് തന്നെയാണ് ആ കരുളായി പഞ്ചായത്തും അതുപോലെ തന്നെ മറ്റുള്ള പഞ്ചായത്തുകളിലൊക്കെ കിട്ടുന്ന ഒരു പോസിറ്റീവ് എനർജി. കൃത്യമായും തന്നെ ഈ നാളെ നടക്കുന്ന വോട്ടെടുപ്പ് കഴിഞ്ഞ് 24-ാം തീയതി റിസൾട്ട് നമ്മുടെ കയ്യിലെത്തുമ്പോൾ 1,00,000-ലധികം വോട്ടിന് ബഹുമാന്യനായ ആര്യാടൻ ഷൗക്കത്ത് UDFൻ്റെ കരുത്തനായ സ്ഥാനാർത്ഥി വിജയിച്ച് മുന്നേറുമെന്ന കാര്യത്തിൽ സംശയമില്ല. എല്ലാവർക്കും ഈ ഒരു മുഖപ്രസംഗം ഇവിടെ നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കാൻ കഴിഞ്ഞതിലുള്ള സന്തോഷം അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. ജയ് UDF.